ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിനി, അവളോടെന്തോ ക്രൂരത ചെയ്യുന്ന പോലെ സിനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? സിനിയുടെ അമ്മയും അമ്മയുടെ പ്രായമുള്ള വേറൊരു സ്ത്രീയും കൂടെ ഒരു വഴിയിലൂടെ നടന്നു പോവാന്ന് കരുത. അവർക്കൊരു ആപത്ത് വന്ന ആ രണ്ടുപേരിൽ സിനി ആദ്യം ആരെയായിരിക്കും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക? ഈ ഗോപാലിനെ ഒരുപാട് ഉടായ്പകളെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലേ തന്നെ പോലുള്ളവരുടെ ഈ പുഞ്ചിരി വർത്താനുണ്ടല്ലോ. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ തുടക്കമേ ശരിയല്ല. 2 ദിവസം മുമ്പേ എന്റെ കയ്യിൽ നിന്നെടുത്ത ടിക്കറ്റിന് 5000 രൂപ അടിച്ചു എന്ന് പറഞ്ഞതേ കളവാ. അടുത്ത കാലത്ത് 100 രൂപ 200 രൂപ അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് എടുത്തതിൽ ഒരു പൈസ അടിച്ചിട്ടില്ല. ഓഹോ, ഇപ്പൊ നിന്റെ മുഖത്ത് കാണുന്ന ഈ പരിഭവം ഉണ്ടല്ലോ, അത് കള്ളത്തരത്തിന്റെ തനി സ്വഭാവ. പിടിച്ചാ പോലീസിൽ കൊടുക്കണോ അതോ മര്യാദക്ക് പോകുന്നുണ്ടോ? വേണ്ട, ഞാൻ പൊക്കോളാം. എന്നാ ചെല്ല്. ഇനി എവിടെയെങ്കിലും വെച്ച് പെമ്പിള്ളേരുടെ പേരും മേൽവിലാസം അന്വേഷിച്ചു ഞാൻ അറിഞ്ഞ അന്ന് നീ അകത്താ. പോടാ. ഓരോരുത്തന്മാര് രാവിലെ ഇറങ്ങിക്കോളൂ ഓരോ പെമ്പിള്ളേരുടെ പേരും ജാതവും അന്വേഷിച്ചു. ഹലോ സാറേ, ഞാൻ ഗോപാലിനെ കണ്ടിരുന്നു. പക്ഷെ ആ പെൺകുട്ടി ആരാ, എവിടുത്തെ കാര്യ, അച്ഛനും അമ്മയൊക്കെ ആരാന്ന് ചോദിച്ചപ്പോഴേക്കും അയാൾ കയറി ഉടക്കി. താൻ ആരുടെയും പേര് പറഞ്ഞോ? ഇല്ല സാറേ, അയാൾ ചൂഴ്ന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ഞാൻ പിന്തിരിഞ്ഞു. ശരി, ഞാൻ ശ്രമം നിർത്തിയിട്ടില്ല സാറേ. അയാളുടെ ബന്ധു ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. ഞാൻ ആശുപത്രിയിൽ ഒന്ന് കയറിട്ടെ അയാൾ കാണാതെ ഒന്ന് തിരക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പ സാറിനെ വിളിക്കാം. ശരി. ആരാ വിളിച്ചെന്നേട്ടാ? ആരാ വിളിച്ചെന്ന്? അത് വേറൊരു കാര്യടോ. മോന്റെ കല്യാണ ദിവസം അതിനേക്കാൾ സീരിയസ് ആയിട്ട് എന്ത് കാര്യമുള്ളത്? ആര് പറഞ്ഞു സീരിയസ് ആണെന്ന്? ഒരു കോള് വന്നു, അത് അറ്റൻഡ് ചെയ്തു, അതവിടെ തീർന്നു. താൻ അതിന്റെ ടെൻഷൻ അടിക്കണ്ട. വാ. മാഡം, വണ്ടി ഒന്ന് നിർത്താവോ? ജോസേ, വണ്ടി നിർത്തൂ. എന്തു പറ്റി? എനിക്ക് അമ്പലത്തിലൊന്ന് തൊഴാൻ പോണം. തൊഴണം. ഇനി ചിലപ്പോ എനിക്കത് പറ്റിയില്ലെങ്കിലോ? കൃഷ്ണ, ഇപ്പൊ തന്നെ സമയം വൈകി. ഞാൻ പെട്ടെന്ന് വരാം. എനിക്കൊന്ന് തൊഴണമെന്ന് തോന്നി. സിനി, പോയിട്ട് വരട്ടെ. തൂക്കിക്കൊല്ലാൻ വിധിച്ചവർക്കും അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ കണ്ടാ മതി. പോയിട്ട് വരട്ടെ. പഴഞ്ചൊല്ലുകളും ന്യായങ്ങളും ഒക്കെ പറയാൻ എളുപ്പമാണല്ലോ മാം. പക്ഷെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ദേഹം മുഴുവൻ ഒരു വിറയലാ മാം. മരിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാളുടെ കൂടെ ഇരിക്കുമ്പോ സോറി മാം. സിനി, അവളോടെന്തോ ക്രൂരത ചെയ്യുന്ന പോലെ സിനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? സിനിയുടെ അമ്മയും അമ്മയുടെ പ്രായമുള്ള വേറൊരു സ്ത്രീയും കൂടെ ഒരു വഴിയിലൂടെ നടന്നു പോവാന്ന് കരുത. അവർക്കൊരു ആപത്ത് വന്ന ആ രണ്ടുപേരിൽ സിനി ആദ്യം ആരെയായിരിക്കും രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക? സ്വന്തം അമ്മയോ അതോ കൂടെയുള്ള ആ സ്ത്രീയെയോ? പറയ് സിനി.
നീ ആരെ രക്ഷിക്കും? ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കും മാം. ഞാനും അതേ ചെയ്യുന്നുള്ളൂ. എന്റെ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അവൾക്ക് പകരം മറ്റാരെങ്കിലും ബലിയാടാവുന്നതിന്റെ ഉത്തരവാദി ഞാനല്ല, ദൈവമാണ്. ദൈവത്തിന്റെ തീരുമാനത്തിനെതിരായിട്ടൊന്നും നടക്കില്ലെന്നാണല്ലോ. പിന്നെ മനുഷ്യരെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? എന്റെ നാഗദേവതകളെ, ഇനി ഒരിക്കലും പ്രാർത്ഥിക്കാനായി ഈ നടയിൽ എത്തുന്ന എനിക്ക് ഉറപ്പില്ല. എന്റെ അമ്മയെ സ്നേഹിച്ചും കൂടെ ജീവിച്ചും എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഞാൻ മരിച്ച അത് താങ്ങാനുള്ള ശക്തി എന്റെ അമ്മയ്ക്ക് കൊടുക്കണേ. കളരിക്കൽ കുടുംബത്തിലെ ഉഗ്രശാപം എന്നിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങട്ടെ. എന്നെ സ്നേഹിക്കുന്ന ആ കുടുംബത്തിലുള്ള ഒരാൾക്കും ഒരു ദോഷവും സംഭവിക്കരുത്. എന്റെ അമ്മയെ ജീവിപ്പിക്കാൻ പണം തന്നത് സിത്താരമ്മേടാ. അവർക്കും അവരുടെ മകൾക്കും നല്ലത് മാത്രം സംഭവിക്കണം. മരണം നിശ്ചയ ഒരു നാടകത്തിലേക്ക് ഞാൻ പോവാം. മോനെ, വെൽക്കം സർ. താങ്ക് യു. വരൂ സർ. വാ മുത്തശ്ശി.